ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ തൃച്ചംബരത്തെ കൂടിപ്പിരിയിൽ കാണാൻ വേണ്ടി പോകുന്നത് വരെയുള്ള ഭാഗമാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം നമ്മൾ തളിപ്പറമ്പിലെത്തി, നമ്മളെല്ലാവരും കൂടി കൂടിപ്പിരിയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതാന്നിട്ട് നമ്മൾ പഴയ വീട്. അപ്പം നമ്മളെ സ്വന്തം നാട്ടിലേക്ക് കൂടി അങ്ങനെ കൂടിപ്പിരിയിൽ കാണാൻ വേണ്ടിയിട്ട് തൃച്ചംബരം അമ്പലത്തിലേക്ക് പോകുന്നു. നല്ല തിരക്കുണ്ടായിന് കേട്ടോ. പോകുന്ന വഴിയിലേക്കൂടി എല്ലാവരും ഇങ്ങനെ കൂടിപ്പിരിയിൽ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിന്. അപ്പം നമ്മൾ അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് അമ്പലത്തിൻ്റെ ബാക്കിലെ ചെറിയൻ്റെ സൈഡിലേക്കൂടി അപ്പുറത്തെ സൈഡിലെത്തി. ആടെ വെച്ചിട്ടാണ് കൂടിപ്പിരിയിൽ നടക്കുക. ഇതാന്നിട്ട് നമ്മൾ തൃച്ചംബരത്തെ ചേറ നമ്മൾ പണ്ട് വീടിയാണ് കുളിക്കാനുള്ള വരത്ത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങേക്ക് പോവുകയെന്ന്. അടുത്തുമ്പോഴേക്ക് തന്നെ നമ്മൾ ആദ്യം കരുതിയത് ആൾ കുറവാണെന്നാണ്. പക്ഷേ ഉത്സവം തുടങ്ങാനാകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾ വരുന്നുണ്ടായിന്. നല്ല വെയിലാണ്. നമ്മൾ ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് അത് അച്ഛനും വന്നേ പണിയും കഴിഞ്ഞിട്ട്. നമ്മളെന്നിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് പോവേന്ന്. പോകുമ്പോൾ അച്ഛൻ നമുക്ക് ഐസ്ക്രീമെല്ലാം വാങ്ങി തന്ന് നമ്മളെന്നിട്ട് ആദ്യം ഉത്സവം തുടങ്ങാനായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടത്തേക്ക് തന്നെ വന്ന് നിന്നു. പിന്നെ ആൾ കൂടി വരാൻ തുടങ്ങി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉത്സവം വരാൻ കുറേ ലേറ്റ് ഒന്നും ഇല്ലെങ്കിൽ 4 മണി 4:30 ആകുമ്പോൾ തുടങ്ങുന്നതാണ്. ഇന്നലെ ഏകദേശം 6 മണി 6:30 ആയിട്ടുണ്ടാവും തുടങ്ങാൻ വേണ്ടി തന്നെ. അപ്പോൾ ഇതാ ഉത്സവം വരുന്നുണ്ട്. ഉത്സവം വരാനാകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഉന്തി അങ്ങ് ബാക്കോട്ട് എത്തിപ്പോയി. ഇതാന്നിട്ടാ ഉത്സവം. ഇതാണ് നമ്മളെ മഴയൂരപ്പനും തൃച്ചംബരത്തപ്പനും. അപ്പോൾ രണ്ടാളും കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഉത്സവം നടക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് സമയം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കെല്ലാം ഇങ്ങനെ ഓടിക്കളിക്കും. കൃഷ്ണനും ബലരാമനും ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ് ഉത്സവം. അപ്പോൾ ഏകദേശം 14 ദിവസമായിട്ട് ഇത് തുടങ്ങിയിട്ട്. ആദ്യത്തെ ദിവസം മഴയൂരപ്പനെ തൃശ്ശൂരപ്പനെ നമ്മളെല്ലാവരും കൂടി പോയിട്ട് മഴയൂരിൽ നിന്ന് കൂട്ടിയിട്ട് വരും. അങ്ങനെ 14 ദിവസം മഴയൂരപ്പൻ ഇവിടെ ഉണ്ടാവുക. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കലാന്ന്. അപ്പോൾ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൃഷ്ണന് വേണ്ടി പാലുമായിട്ട് പാലാമൃതം വരുന്നേ. ഇതാന്നിട്ട പാലാമൃതൻ. അപ്പോൾ പാലാമൃതൻ കൃഷ്ണന് പാലും കൊണ്ട് തൃച്ചംബരത്തേക്ക് പോകുമ്പോൾ ഏട്ടനെ മറന്നിട്ട് കൃഷ്ണൻ എന്താക്കും, പാലാമൃതൻ്റെ കൂടെ തന്നെ ഓടി പോവുക ചെയ്യുക. ഇതാ കണ്ട, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ കൃഷ്ണൻ അങ്ങോട്ടേക്ക് തൃച്ചംബരത്തേക്ക് തന്നെ ഓടിപ്പോയേ. അപ്പോൾ മഴയൂരപ്പൻ കുറേ സമയം കൃഷ്ണനെ നോക്കി നിൽക്കും എവിടെ പോയി എന്ന് വെച്ചിട്ട്. പക്ഷെ കൃഷ്ണനിന് തിരിച്ചു വരില്ല കേട്ടോ. ഏട്ടനെ മറന്നിട്ട് കൃഷ്ണൻ എന്താക്കും, തൃച്ചംബരത്തേക്ക് പോവും. അപ്പം മഴയൂരപ്പന് ഭയങ്കര സങ്കടമാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇതാ മഴയൂരപ്പൻ കൃഷ്ണനെ നോക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട്, കൃഷ്ണനെ കാണാത്തതുകൊണ്ട്. പക്ഷെ കാര്യമില്ല, കൃഷ്ണൻ അങ്ങേക്ക് പോയി അമ്പലത്തിലേക്ക്. അപ്പം മഴയൂരപ്പൻ ഇതാ കൃഷ്ണനെ നോക്കാൻ വേണ്ടി ഓടി വരുന്നേ. പക്ഷെ കൃഷ്ണൻ വരൂല, കൃഷ്ണൻ അങ്ങോട്ട് പോയി. ഇനി മഴയൂരപ്പൻ പകുതി വരെ പോയിട്ട് കൃഷ്ണനെ നോക്കും. തിരിച്ച് കാണാത്തതുകൊണ്ട് മഴയൂരപ്പൻ തിരിച്ച് മഴയൂരേക്ക് അങ്ങനെ പോകും. കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇത്രയും ദിവസം രണ്ടാളും ഒന്നിച്ചല്ലേ ഉണ്ടായത്. അപ്പോൾ ദാ കൃഷ്ണൻ അങ്ങോട്ടും പോവും, ഇനി മഴയൂരപ്പൻ നേരെ തിരിച്ച് മഴയൂരേക്കും പോവും. അങ്ങനെ ലാസ്റ്റിലോട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിട്ടാ. ഒരു 10,000 ആളെങ്കിലും എന്തായാലും കൂടിപ്പിരിയിലാണ് വന്നിട്ടുണ്ടാവും. അത്രക്കും തിരക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആനയില്ല കേട്ടോ. ഇവിടെന്ന് വെച്ചാൽ കംസനെ വധിച്ചതിന് ശേഷമുള്ള കൃഷ്ണൻ്റെ ഒരു ഉപായത് കൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷ്ണന് ആനേനെ കാണുമ്പോഴത്തേക്ക് കോപിഷ്ടനാവുന്നാണ് പറയൽ. അതുകൊണ്ട് ഇവിടുത്തെ ഉത്സവത്തിനോ ഒരു പരിപാടിക്കും ആനേനെ കൊണ്ടുവരില്ല കേട്ടോ. എന്നിട്ട് വരെ നമുക്ക് എന്താ പറയണ്ടേ, വെറും മേളം മാത്രമാണെങ്കിലും നമുക്ക് അത്രക്കും ഒരു ലഹരി പിടിച്ച ഉത്സവമാണ് ഇത്. അപ്പം മഴയൂരപ്പൻ തിരിച്ച് മഴയൂരേക്ക് മടങ്ങലായിട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ കൂടിപ്പിരിയൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്കൊല്ലത്തെ ഉത്സവം കഴിഞ്ഞിരിക്കുകയെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഉത്സവം കഴിയൽ മാത്രമല്ല, അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു കാത്തിരിപ്പും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ തളിപ്പറമ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ണൂർക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടാവും. വന്നിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും വരാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഉത്സവത്തിന് എന്തായാലും വരും കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അടുത്ത വിശേഷമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.